Hello everyone. എല്ലാവരും JEE ഫസ്റ്റ് ഫേസ് എക്സാം ഒക്കെ എഴുതിയിട്ടുണ്ട്. സോ എഴുതിയപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും നമ്മൾ പഠിച്ചതും അതുപോലെ തന്നെ നമ്മൾ പഠിപ്പിച്ചതുമായിട്ടുള്ള പല കാര്യങ്ങളും എന്ത് ചെയ്തിട്ടുണ്ട് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുണ്ട് അല്ലേ. സോ നമ്മൾ അതിന് മുന്നേ നമ്മൾ നടത്തിയ പ്രഡിക്ഷൻ സീരീസ്, എക്സാമിന് തൊട്ട് മുന്നേ നടത്തിയ പ്രഡിക്ഷൻ സീരീസിൽ നമ്മൾ ഓരോ ചാപ്റ്ററിൽ നിന്നും ഈ രീതിയിൽ തന്നെ ക്വസ്റ്റ്യൻസ് ചോദിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അതുപോലൊക്കെ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുമുണ്ട്. സോ എല്ലാവർക്കും നല്ല രീതിയിൽ എഴുതാൻ പറ്റുന്നതാണ് വിശ്വസിക്കുന്നത്. സോ ഇന്ന് നമ്മൾ നോക്കുന്നത് 3-dimensional ജോമെട്രി എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ ക്വസ്റ്റ്യൻ പ്രഡിക്ഷനിൽ ഞാൻ പറഞ്ഞായിരുന്നു ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ്. അത് പിന്നെ എപ്പോഴും എന്തായാലും ചോദിക്കും എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പാണ്. അതേപോലെ തന്നെ ആ പ്രഡിക്ഷനിൽ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഇപ്പോൾ ഫുട്ട് ഓഫ് ദി പെർപെൻഡിക്കുലർ അല്ലെ, പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് അതും എന്ത് ചെയ്തിട്ടുണ്ട്, ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ട്. സോ അപ്പം ഇനിയും വരാൻ പോകുന്ന ഷിഫ്റ്റിലും എന്ത് ചെയ്യാം, ഇനി വരാൻ പോകുന്ന ഫേസിലും എന്ത് ചെയ്യാം, നമുക്ക് ഇതൊക്കെ ചോദിക്കാൻ സാധ്യത നല്ല പോലെ ഉണ്ട്. അതേപോലെ തന്നെയാണ് നമ്മുടെ മെട്രിസസ് ആൻഡ് ഡിറ്റർമിനൻസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ, അല്ലെങ്കിൽ 3Dയിൽ തന്നെ വരുന്ന ഒരു കോൺസെപ്റ്റ് ആയിരുന്നു, എന്തായിരുന്നു, സൊല്യൂഷൻ ഓഫ് സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ അല്ലെ. ഓക്കെ, സോ അപ്പൊ ആ കേസിൽ എന്താണ്, ക്രാമേഴ്സ് റൂൾ വെച്ചിട്ട് ചോദിച്ചിട്ട് ഒരുപാട് ചോദ്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, വന്നിട്ടുണ്ട് അല്ലെ. സോ ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ ആണെങ്കിൽ എന്താണ് എന്നുള്ള രീതിയിലുള്ള ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. സോ അപ്പൊ ഈ ക്വസ്റ്റ്യൻസ് ആണ് ഏറ്റവും കൂടുതൽ എന്ത് ചെയ്തിട്ടുണ്ട് ഈ രണ്ട് ചാപ്റ്ററിൽ നിന്നും ചോദിച്ചിട്ടുള്ളത് അല്ലെ. സോ അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ആ കോൺസെപ്റ്റ് ഒന്നും കൂടി ഒന്ന് റിവൈൻഡ് ചെയ്ത് നോക്കാം. ഓക്കെ, എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതെന്നും എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്നൊക്കെ നമുക്കൊന്ന് നോക്കാം. ക്ലിയർ ആണല്ലോ മക്കളെ. സോ അപ്പൊ ആദ്യം സാറ് പോകുന്നത് നമ്മുടെ സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ എന്ന് പറഞ്ഞ കോൺസെപ്റ്റിലേക്കാണ് പോകുന്നത് കേട്ടോ. ഓക്കെ, റെഡി അല്ലേ. സോ അപ്പോൾ നമ്മൾ ആദ്യം നോക്കുന്നത് എന്താണ്, ക്രാമേഴ്സ് റൂൾ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇത് ചെയ്യുന്നത്. നമുക്കറിയാം ക്വസ്റ്റ്യൻ എന്തായാലും ചോദിക്കുന്ന സമയത്ത് എൻട്രൻസ് JEEക്ക് പ്രത്യേകിച്ച് നമുക്ക് ചോദിക്കുമ്പോൾ നമുക്ക് 3 ലീനിയർ ഇക്വേഷൻസ് ആയിരിക്കും, നമുക്ക് 3 വേരിയബിൾസ് ഉള്ള 3 ഇക്വേഷൻസ് ആയിരിക്കും നമുക്ക് തരുന്നത്. അത് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസേ നമുക്ക് എന്ത് ചെയ്യത്തുള്ളൂ, ചോദിക്കത്തുള്ളൂ. റെഡി അല്ലേ. സോ അപ്പോൾ ആ ഫസ്റ്റ് കേസിൽ നമ്മൾ എന്തൊക്കെയായിരുന്നു ശ്രദ്ധിക്കേണ്ടിരുന്നത്, ഇതാണ് നമ്മുടെ 3 ലീനിയർ ഇക്വേഷൻ എന്ന് പറയുന്നത് അല്ലെ. സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ ആണ് തന്നിരിക്കുന്നത് വിത്ത് XYZ ആസ് വേരിയബിൾ അല്ലെ. റെഡി. സോ അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമുക്കറിയാം ഫസ്റ്റ് നമ്മൾ കോയിഫിഷ്യൻ മെട്രിക്സ് എഴുതണം അല്ലെ. കോയിഫിഷ്യൻ മെട്രിക്സ് എന്ന് പറയുമ്പോൾ എക്സിന്റെയും വൈയുടെയും ഇസഡിന്റെയും എന്താണ് കോയിഫിഷ്യൻ മെട്രിക്സ് എഴുതണം. ആ മെട്രിക്സ് എങ്ങനെ എഴുതും, A1 B1 C1 A2 B2 C2 A3 B3 C3 ആണ് കോയിഫിഷ്യൻ മെട്രിക്സ് അല്ലെ. ആ കോയിഫിഷ്യൻ മെട്രിക്സ് ആണ് നമ്മൾ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അതിന്റെ ഡിറ്റർമിനന്റ് വാല്യൂ നമ്മൾ എന്ത് ചെയ്യണം, കണ്ടുപിടിക്കണം. റെഡി, ക്ലിയർ ആണല്ലോ. ഇനി ഓരോ കണ്ടീഷൻ ഉണ്ട് അല്ലെ. നമ്മൾ ക്രാമേഴ്സ് റൂൾ പറയുന്ന സമയത്ത് സിസ്റ്റം കൺസിസ്റ്റന്റ് ആണോ, സൊല്യൂഷൻ ഓഫ് സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ നമ്മൾ നോക്കുന്നത് അല്ലെ. അപ്പൊ സൊല്യൂഷൻ പറയുന്ന സമയത്ത് എന്താണ്, സൊല്യൂഷൻ എങ്ങനെയൊക്കെയാ വരേണ്ടത്, നമുക്ക് നോ സൊല്യൂഷൻ എന്നൊരു കേസ് ഉണ്ട്, ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ എന്നൊരു കേസ് ഉണ്ട്, അതുപോലെ തന്നെ യുണീക് സൊല്യൂഷൻ എന്ന് പറഞ്ഞൊരു കേസ് ഉണ്ട് അല്ലേ. സോ യുണീക് സൊല്യൂഷൻ വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ ക്രാമേഴ്സ് റൂൾ പ്രകാരം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ പഠിക്കണം. സോ ഇതാണ് നമ്മുടെ ക്രാമേഴ്സ് റൂൾ പ്രകാരം നമ്മൾ ഓർത്ത് വെക്കേണ്ട കാര്യം. റെഡി. സോ അപ്പം സിസ്റ്റം ഓഫ് ഇക്വേഷൻ 2 രീതിയിലാണ് നമ്മൾ പറയുന്നത്, കൺസിസ്റ്റന്റ് ആണ്, ഇൻകൺസിസ്റ്റന്റ്. കൺസിസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, സിസ്റ്റത്തിന് സൊല്യൂഷൻ ഉണ്ട്. ഇൻകൺസിസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, സിസ്റ്റത്തിന് സൊല്യൂഷൻ ഇല്ല. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? റെഡി. സോ അപ്പൊ കൺസിസ്റ്റന്റ് കേസ് സൊല്യൂഷൻ ഉള്ള കേസ് അതൊക്കെ വരും, യുണീക് സൊല്യൂഷനും വരും, ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷനും വരും. ക്ലിയർ ആണല്ലോ. റെഡി. അപ്പോൾ യുണീക് സൊല്യൂഷൻ വരുന്ന കേസിലാണെങ്കിൽ എന്ത് വേണം, നമ്മളുടെ ആ കോയിഫിഷ്യൻ മെട്രിക്സ് എടുത്തില്ലേ, ആ മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് വാല്യൂ എന്താവണം, നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കണം. ഓക്കെ, ആ കോയിഫിഷ്യൻ മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് വാല്യൂ നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അത് കൺസിസ്റ്റന്റ് ആണ്, അതുപോലെ തന്നെ അവർക്ക് യുണീക് സൊല്യൂഷൻ ഉണ്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാം, മനസ്സിലാക്കാൻ പറ്റും. റെഡി. ഇനി നമ്മൾ എങ്ങനെയാണ് യുണീക് സൊല്യൂഷൻസ് കണ്ടുപിടിക്കുന്നത്, എക്സ് വൈ ഇസഡ് വാല്യൂസ് ആണ് നമുക്ക് എന്ത് വേണ്ടത്, സൊല്യൂഷൻ വേണ്ടത് അല്ലെ. എക്സിന്റെയും വൈന്റെ ഇസഡിന്റെയും വാല്യൂസ് ആണ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. സോ അങ്ങനെയാണെങ്കിൽ എക്സ് വാല്യൂ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും, D1/D. എന്താണ് ഈ D1 എന്ന് പറയുന്നത്, D എന്താണെന്ന് നമുക്കറിയാം, എന്താണ് കോയിഫിഷ്യൻ മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് വാല്യൂ അല്ലെ. ഇത് നമ്മളിപ്പോൾ കണ്ട കാര്യമാണ്, കോയിഫിഷ്യൻ മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് വാല്യൂ, ഇതിന്റെ ഡിറ്റർമിനന്റ് വാല്യൂ ആണ് D എന്ന് പറഞ്ഞത്. D1 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഈ എഴുതി വെച്ചിരിക്കുന്ന ഡിറ്റർമിനന്റിലെ ഫസ്റ്റ് കോളത്തിന് നമ്മൾ എന്ത് വെച്ച് റീപ്ലേസ് ചെയ്യണം, നമുക്ക് തന്നിരിക്കുന്ന സിസ്റ്റം ഓഫ് ഇക്വേഷനകത്തെ ഈക്വൽ ടു എന്ന് പറഞ്ഞ് നമ്മൾ കൊടുത്തിരിക്കുന്ന D1 D2 D3 എന്ന് പറഞ്ഞ വാല്യൂ വെച്ച് നമ്മൾ എന്ത് ചെയ്യണം, ഈ ഫസ്റ്റ് കോളത്തിനെ നമ്മൾ റീപ്ലേസ് ചെയ്യണം. D1 D2 D3, റിമൈനിങ് കോളം എന്താണ്, സെയിം ആസ് D. സോ ഇതിന്റെ ഡിറ്റർമിനന്റ് വാല്യൂ കണ്ടുപിടിക്കുന്നതാണ് D1. സോ D1 ഡിവൈഡഡ് ബൈ D ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, യുണീക് സൊല്യൂഷൻ എക്സിന്റെ വാല്യൂ കിട്ടും. റെഡി. അതേപോലെ തന്നെ D2 എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ കോയിഫിഷ്യൻ മെട്രിക്സിനകത്തെ ഈ ഒരു സെക്കൻഡ് കോളത്തിനെ നമ്മൾ എന്ത് ചെയ്യണം, ഈ വാല്യൂ വെച്ച് റീപ്ലേസ് ചെയ്യണം. ബാക്കി രണ്ടും സെയിം.
സെയിം ആസ് ദിസ്. എന്നിട്ട് അതിന്റെ വാല്യൂ കണ്ടുപിടിക്കുമ്പോൾ d2 ബൈ d ചെയ്താൽ നിങ്ങൾക്ക് y വാല്യൂ കിട്ടും. അതുപോലെ തന്നെ d3. അപ്പം ഈ വാല്യൂവിനെ നമ്മൾ തേർഡ് കോളത്തിൽ എന്ത് ചെയ്യണം, റീപ്ലേസ് ചെയ്യണം. റെഡി അല്ലേ? സോ ആ വാല്യൂവിന് d3. സോ d3 ബൈ d ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, z വാല്യൂവും കിട്ടും. യൂണീക് സൊല്യൂഷനുള്ള വാല്യൂസ് നമുക്ക് എന്ത് ചെയ്യട്ടും ആ രീതിയിൽ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ക്ലിയർ ആണല്ലോ? റെഡി. സോ ഇത് നമ്മൾ ഒന്നുകൂടി ഒന്ന് റിവൈൻഡ് ചെയ്യുകയാണ് കേട്ടോ. അത്രത്തോളം ഇമ്പോർട്ടന്റ് ആയതുകൊണ്ട് ഒരുപാട് ചോദ്യങ്ങൾ നമുക്ക് എല്ലാ ഷിഫ്റ്റിലും എന്ത് ചെയ്തിട്ടുണ്ട്, ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ. റെഡി. സോ അപ്പോൾ നമുക്ക് എക്സും വൈയും ഇസഡും എന്ത് ചെയ്യാം, നമുക്ക് ഈ രീതിയിൽ കണ്ടുപിടിക്കാം. സോ അങ്ങനെയാണെങ്കിൽ യൂണീക് സൊല്യൂഷൻസ് നമുക്ക് കിട്ടും. ഇനിയും ഈ ഒരു കേസിൽ കോയിഫിഷ്യന്റ് മെട്രിക്സ്, അതായത് ഡിന്റെ വാല്യൂ 0 ആണെങ്കിൽ, നമുക്ക് 0 വാല്യൂ ആണ് കിട്ടുന്നതെങ്കിൽ നമ്മൾ അവിടെ വെച്ചിട്ട് സൊല്യൂഷൻ ഇല്ലെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. നമ്മൾ രണ്ട് രീതിയിൽ ചെക്ക് ചെയ്ത് നോക്കണം. സോ നമുക്കറിയാം d ഈക്വൽ ടു 0 ആണെങ്കിൽ നമുക്ക് രണ്ട് കേസ് പറയാം. ഒന്ന് ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷന്റെ കേസും പറയാം, രണ്ട് നോ സൊല്യൂഷന്റെ കേസും പറയാം. പക്ഷെ അതിന് മറ്റ് ചില കണ്ടീഷൻസും കൂടെ നമ്മൾ എന്ത് ചെയ്യണം, ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതെന്തൊക്കെയാണ്? d ഈക്വൽ ടു 0 ആണെങ്കിൽ നമ്മുടെ ആ ഒരു കോഎഫിഷ്യന്റ് മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് വാല്യൂ 0 ആണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ നിങ്ങൾ ബാക്കി എന്ത് ചെയ്യണം, d1ഉം d2ഉം d3 ഇപ്പൊ എഴുതിയ മെട്രിക്സ് കോളം നമ്മൾ റീപ്ലേസ് ചെയ്ത് ഫസ്റ്റ് കോളം സെക്കൻഡ് കോളം തേർഡ് കോളം റീപ്ലേസ് ചെയ്ത് എഴുതി വെച്ചിരിക്കുന്ന നമ്മുടെ മെട്രിക്സുകളുടെ ഡിറ്റർമിനന്റ് വാല്യൂ ആണ് d1, d2, d3. ഇത് മൂന്നും 0 ആ കിട്ടുന്നതെങ്കിൽ നമുക്ക് കണ്ണും പൂട്ടി എന്ത് ചെയ്യാം, ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ ആണെന്നുള്ള കാര്യം നമുക്ക് ഉറപ്പിക്കാനായിട്ട് പറ്റും. ക്ലിയർ അല്ലേ? അതേപോലെ തന്നെ നമുക്ക് ഇനി എന്താണ്, ഈ d ഈക്വൽ ടു 0 കിട്ടി, അതിനുശേഷം നിങ്ങൾ d1, d2, d3 ഡിറ്റർമിനന്റ് വാല്യൂസ് കണ്ടുപിടിക്കുകയാണെങ്കിൽ ഇതെല്ലാം 0 ആണെങ്കിൽ ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം 0 അല്ലാണ്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ d1ഓ d2ഓ d3 ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾക്ക് നോൺ 0 ആയിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായിരിക്കും കിട്ടുന്നത്, നോ സൊല്യൂഷൻ ആയിരിക്കും കിട്ടുന്നത്. സിസ്റ്റം അവിടെ ഇൻകൺസിസ്റ്റന്റ് ആയിരിക്കും. അതാണ് പറഞ്ഞത് അറ്റ്ലീസ്റ്റ് വൺ ഓഫ് d1, d2, d3 ഈസ് നോട്ട് 0 ദെൻ നോ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ മക്കളെ? സോ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. ഇതാണ് ഇതിനകത്ത് ബേസിക് കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇതറിയാമെങ്കിൽ നമുക്ക് ഇത് റിലേറ്റ് ചെയ്ത് ചോദിക്കുന്ന എല്ലാ ചോദ്യത്തിനും എന്ത് ചെയ്യാം, നമുക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. ക്ലിയർ ആണല്ലോ? റെഡി. സോ ഇനി നമ്മൾ ഇത് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്ന് ചെയ്ത് നോക്കാം. ഒന്നുകൂടെ നമ്മൾ റിഫ്രഷ് ചെയ്ത് എടുക്കുകയാണ്, എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് ഒന്നുകൂടെ ചോദിക്കാം എന്നുള്ളത്. അത് ആ പ്രൊസീജിയർ എന്താണെന്നുള്ളത് ഒന്നുകൂടെ നമ്മൾ ചെയ്യാൻ. അറിയാത്ത കുട്ടികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നുകൂടെ മനസ്സിലാക്കി വെക്കുക. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. സോ അപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നോക്കിക്കേ മക്കളെ, ഇഫ് ദ സിസ്റ്റം ഓഫ് ഇക്വേഷൻസ്, ക്വസ്റ്റ്യന്റെ ഒരു പാറ്റേൺ ഇങ്ങനെയാണ് കേട്ടോ. ഇഫ് ദ സിസ്റ്റം ഓഫ് ഇക്വേഷൻ, 3 ഇക്വേഷൻസ് നിങ്ങൾക്ക് തരും അല്ലെ. സോ അതിനകത്ത് ഇങ്ങനെയൊക്കെ തരും, എക്സ് വൈ ഇസഡ് ചേർത്ത് ഇപ്പൊ ആൽഫ ബീറ്റ അല്ലെങ്കിൽ ലാംഡ ഗാമ എന്നൊക്കെ പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ അൺനോൺസ് ഒക്കെ അതിനകത്ത് ഉണ്ടാവും. ലാംഡ മ്യൂ ഒക്കെ എന്തെങ്കിലും അൺനോൺസ് ഒക്കെ ഇതിനകത്ത് ഉണ്ടാവും അല്ലെ. സോ ഇവിടെ നമുക്കറിയാം ലാംഡയും മ്യൂ അൺനോൺ ഈ ഇക്വേഷൻ അത് കിടപ്പുണ്ട് അല്ലെ. സോ ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്, ഈ ഇക്വേഷൻ ഹാസ് ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ. അതെന്താണ് ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ? എന്തുണ്ട് ഇതിനുണ്ട്. സോ ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ ഉണ്ടെന്ന് പറയുമ്പോഴേ നമ്മുടെ മനസ്സിൽ ആദ്യം എന്തുണ്ടാവണം, ഇതിന്റെ കോഎഫിഷ്യന്റ് മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് വാല്യൂ എന്തായിരിക്കണം, 0 ആയിരിക്കും. അതേപോലെ തന്നെ ഫസ്റ്റ് കോളത്തിനെയും സെക്കൻഡ് കോളത്തിനെയും തേർഡ് കോളത്തിനെയും ആ ഈക്വൽ ടു എന്ന് പറഞ്ഞ കോൺസ്റ്റന്റ് വാല്യൂ വെച്ച് റീപ്ലേസ് ചെയ്ത് കിട്ടുന്ന മെട്രിക്സുകളുടെ ഡിറ്റർമിനന്റ് വാല്യൂ ആയ d1, d2, d3 ഇത് മൂന്നും എന്ത് തന്നെ ആയിരിക്കണം, 0 ആവണം. എങ്കിൽ മാത്രമേ എന്ത് കണ്ടീഷൻ വരുള്ളൂ, ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ എന്ന് പറഞ്ഞ കണ്ടീഷൻ വരുള്ളൂ അല്ലേ, സിസ്റ്റം ഓഫ് ഇക്വേഷൻ. സോ അതായിരിക്കണം നമ്മുടെ മനസ്സിൽ ആദ്യം വരേണ്ടത്. റെഡി അല്ലേ? സോ അപ്പോൾ നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാം? ഫസ്റ്റ് നിങ്ങൾ എന്ത് കണ്ടുപിടിക്കണം, ഇതിനകത്ത് കോഎഫിഷ്യന്റ് മെട്രിക്സ് എഴുതണം. സോ കോഎഫിഷ്യന്റ് മെട്രിക്സ് നമ്മൾ എങ്ങനെ എഴുതും, ഇവിടെ എക്സിന്റെ കോഎഫിഷ്യന്റ് 1 ആണ്, വൈന്റെ കോഎഫിഷ്യന്റ് 1 ആണ്, ഇസഡിന്റെ കോഎഫിഷ്യന്റ് 1 ആണ്. സോ 1 1 1 എന്ന് കിട്ടും. ഇവിടെ 2 4 -1, ഇവിടെ 3 2 ലാംഡ അല്ലെ. സോ നമുക്ക് എങ്ങനെ എഴുതാം, കോഎഫിഷ്യന്റ് മെട്രിക്സ് എഴുതുകയാണ്. സോ കോഎഫിഷ്യന്റ് മെട്രിക്സിന് നമുക്ക് ഡി എന്ന് ഡിറ്റർമിനന്റ് വാല്യൂ ആണ്, ഞാൻ എന്ത് ചെയ്യുന്നു എ എന്ന് തന്നെ കൊടുക്കുന്നു. അതിന് പ്രശ്നമൊന്നുമില്ല, എങ്ങനെ വേണമെങ്കിലും നെയിമിംഗ് ഒക്കെ നിങ്ങൾക്ക് കൊടുക്കാം. ഓക്കെ. സോ അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ഡി എന്ന് തന്നെ എന്ത് ചെയ്യാം, വാല്യൂ കൊടുക്കാം, ഡി എന്ന് തന്നെ കൊടുക്കാം, ഡിറ്റർമിനന്റ് ആയിട്ട് തന്നെ ഡയറക്റ്റ് ആയിട്ട് എഴുതാം. ഓക്കെ. സോ അപ്പോൾ നമുക്ക് ഫസ്റ്റ് എലിമെന്റിന് 1 1 1 കിട്ടും അല്ലെ. സോ 1 1 1 കിട്ടും. നെക്സ്റ്റ് ഏതാ വരുന്നത്, 2 4 -1 ആണ് വരുന്നത്. 2 4 -1 വരും. നെക്സ്റ്റ് വരുന്നതോ 3 2 ലാംഡ ആയിരിക്കും നമുക്ക് വരുന്നത് അല്ലെ. 3 2 ലാംഡ ആയിരിക്കും നമുക്ക് വരുന്നത്. ഈ വാല്യൂ എന്താകണം, ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷന് 0 ആവണം. റെഡി അല്ലേ? എനിക്കൊന്ന് കൂടുതൽ ചോദ്യങ്ങൾ ഇത്തവണ ചോദിച്ചിരിക്കുന്നത് ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ എന്ന് പറഞ്ഞ കണ്ടീഷൻ പറഞ്ഞുകൊണ്ടാണ് ക്വസ്റ്റ്യൻസ് കൂടുതലും ചോദിച്ചിട്ടുള്ളത് കേട്ടോ. റെഡി. സോ അപ്പോൾ അതുകൊണ്ട് ഇനിയും ചോദിക്കാം, ചിലപ്പോൾ മറ്റേത് കണ്ടീഷൻ വേണമെങ്കിലും നമുക്ക് ചോദിക്കാം കേട്ടോ. റെഡി. സോ അപ്പോൾ ഇതാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്.
ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇതിന്റെ ഡിറ്റർമിനന്റ് വാല്യൂ ഇവാലുവേറ്റ് ചെയ്യണം. അത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഇവാലുവേറ്റ് ചെയ്യാം. സോ ഇവാലുവേറ്റ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? 1 × 4 ലാംഡ പ്ലസ് 2 എന്ന് കിട്ടും. നെക്സ്റ്റ് -1 × 2 ലാംഡ പ്ലസ് 3 വരും. ദെൻ +1 × 4 - 12 എന്ന് നമുക്ക് കിട്ടും. റെഡിയാണോ മക്കളെ? ഓക്കെ, യെസ്, 4 - 12 കിട്ടും. സോ ഇനി നമ്മൾ എന്ത് ചെയ്യുക? ഇതൊന്ന് ഇവാലുവേറ്റ് ചെയ്യുക. സോ അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 4 ലാംഡ പ്ലസ് 2 -2 ലാംഡ -3 +4 - 12 വരും. സോ ഇത് സോൾവ് ചെയ്താൽ നമുക്ക് 2 ലാംഡ -1 +4 - 12 എന്ന് വരും. ദാറ്റ് ഈസ് 2 ലാംഡ -9 എന്ന് കിട്ടും. ഓക്കെ, 2 ലാംഡ -9. നമുക്കറിയാം ഈ ഡിറ്റർമിനന്റ് വാല്യൂ =0 അല്ലേ പറഞ്ഞിരിക്കുന്നത്. സോ ഇത് =0 കൊടുത്തു കഴിഞ്ഞാൽ 2 ലാംഡ = 9 കിട്ടും. സോ ഇവിടുന്ന് ലാംഡയുടെ വാല്യൂ നമുക്ക് 9/2 എന്ന് കിട്ടും. ക്ലിയർ ആണോ? 9/2 ആയിരിക്കും നമുക്ക് ലാംഡയുടെ വാല്യൂ കിട്ടുന്നത്. റെഡി? അപ്പം ഈ ഒരു മെട്രിക്സിനകത്ത് ലാംഡയുടെ വാല്യൂ നമുക്ക് ഇപ്പോൾ എത്ര കിട്ടി? 9/2 എന്ന് കിട്ടും. ഓക്കെ ആണല്ലോ? ഇനി ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ ആയതുകൊണ്ട് എന്തൊക്കെയാ കണ്ടീഷൻ? D1ഉം D2ഉം D3ഉം ഇതെല്ലാം എന്തായിരിക്കും? 0 ആയിരിക്കും. റെഡി അല്ലേ? സോ അപ്പൊ നമ്മൾ നോക്കിക്കേ, ഇവിടെ 2, 6 ഇവിടെ മ്യൂ കിടപ്പുണ്ട്. നിങ്ങൾക്ക് D1ഓ D2ഓ D3 നിങ്ങളെല്ലാം എഴുതണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. D1ഓ D2ഓ D3 ഇതിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? 0 ഇക്വേറ്റ് ചെയ്യാം. കാരണം എന്താണ്? അത് 3ഉം 0 ആണ്. പിന്നെ ഇവിടെ അൺനോൺ ലാംഡ കിടക്കുന്നത് അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? നോക്കിക്കേ, ഈ തേർഡ് കോളത്തിലാണ് നമ്മുടെ ലാംഡ കിടക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് D1 കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? D1 കൊടുത്തു കഴിഞ്ഞാൽ ഈ വാല്യൂ എടുത്ത് എവിടെ ഇട്ട് കൊടുക്കണം? ദാ ഇവിടെ ഇട്ട് കൊടുക്കണം. എന്നിട്ട് ലാംഡയുടെ വാല്യൂ 9/2 ഇവിടെ ഇട്ട് കൊടുത്താൽ മതി. ഏത് വേണമെങ്കിലും ചെയ്യാം. ഇനി D2 ആണെങ്കിലോ ഈ ഒരു കോളത്തിൽ എന്ത് ചെയ്യുക? ഈ വാല്യൂ ഇട്ട് കൊടുക്കുക. ദെൻ അപ്പോൾ ഇവിടെ ലാംഡയുടെ വാല്യൂ 9/2 കൊടുത്തിട്ട് സോൾവ് ചെയ്യുക. അപ്പം മ്യൂവിന്റെ വാല്യൂ കിട്ടും. ഇനി അങ്ങനെ ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല. നിങ്ങൾക്ക് എന്ത് ചെയ്യാം? D3 എടുക്കാം. D3 എടുക്കുമ്പോൾ നമ്മൾ ഈ കോളത്തിനെ എന്ത് വെച്ച് റീപ്ലേസ് ചെയ്താൽ മതി? ഇത് വെച്ച് റീപ്ലേസ് ചെയ്താൽ മതി. പറയുന്നത് മനസ്സിലായി? അപ്പം നമുക്ക് മ്യൂ ഡയറക്റ്റ് തന്നെ എന്ത് ചെയ്യാം? കണ്ടുപിടിക്കാം. റെഡി അല്ലേ? സോ അപ്പം ഞാൻ D3 ആണ് എടുക്കുന്നത്. നമുക്ക് ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ, അതിനൊന്നും ഇവിടെ ഒരു പ്രശ്നമില്ല. അപ്പം ഞാൻ D3 എടുക്കുന്നു. സോ D3 എടുക്കുമ്പോൾ എങ്ങനെ കിട്ടും? ഫസ്റ്റ് കോളം സെക്കൻഡ് കോളം സെയിം ആണ് അല്ലേ? എന്ത് കിട്ടും? 1 2 3 1 4 2 അല്ലേ? 1 2 3 ദെൻ 1 4 2. ദെൻ നമുക്ക് തേർഡ് കോളം എന്ത് വെച്ച് റീപ്ലേസ് ചെയ്യണം? നമ്മുടെ കോൺസ്റ്റന്റ് ആയ 2 6 മ്യൂ വെച്ച് നമ്മൾ റീപ്ലേസ് ചെയ്യാൻ പോവാണ്. 2 6 മ്യൂ വെച്ച് നമ്മൾ റീപ്ലേസ് ചെയ്തു. റെഡി അല്ലേ? സോ ഇനി നമുക്ക് ഇത് എന്ത് ചെയ്യാം? നമുക്ക് സോൾവ് ചെയ്യാം. സോൾവ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? 1 × 4 മ്യൂ -12 -1 × 2 മ്യൂ -18 +2 × 4 - 12. ഇതും എന്ത് തന്നെയാണ്? =0 ആണ്. D1 D2 D3 ഇതെല്ലാം എന്താണ്? 0 ആണെന്നുള്ള കാര്യം നമുക്കറിയാം അല്ലേ? സോ ഇനി നമ്മൾ ഇത് വാല്യൂറ്റ് ചെയ്താൽ 4 മ്യൂ -12 -2 മ്യൂ +18 ദെൻ ഇത് -16 വരും. ഇത് =0 ആണ്. ഓക്കെ, ഇത് =0 ആണ്. നമുക്ക് അങ്ങനെ തന്നെ കൊടുത്തു പോകാം. ഓക്കെ, റെഡി? സോ അപ്പോൾ ഇത് നിങ്ങളൊന്ന് സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് ഇവിടുന്ന് 2 മ്യൂ = 10 എന്ന് വരും. സോ ഇവിടുന്ന് മ്യൂവിൻ്റെ വാല്യൂ നമുക്ക് 5 എന്ന് കിട്ടും. ഓക്കെ, സോ മ്യൂവിൻ്റെ വാല്യൂ എത്ര കിട്ടി? 5 കിട്ടി. അപ്പോൾ അതെല്ലാം നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഇനി ക്വസ്റ്റ്യൻ എന്താ നമ്മളോട് ചോദിച്ചിരിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ ദെൻ ഈ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഏതാണ് കറക്റ്റ് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. 2 ലാംഡ - മ്യൂ = 5 ആണെന്ന് അവർ പറയുന്നു. അല്ലെങ്കിൽ ലാംഡ - 2 മ്യൂ = -5 ആണെന്ന് പറയുന്നു. ദെൻ ലാംഡ + 2 മ്യൂ = 14 എന്ന് പറയുന്നു. 2 ലാംഡ + മ്യൂ = 14 എന്ന് പറയുന്നു. അപ്പം ലാംഡയുടെ വാല്യൂ മ്യൂവിൻ്റെ വാല്യൂ നമ്മുടെ കയ്യിൽ കിടപ്പുണ്ട്. റെഡി അല്ലേ? സോ അങ്ങനെയാണെങ്കിൽ ഏത് ഓപ്ഷൻ ആയിരിക്കും ശരിയെന്ന് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഓപ്ഷനകത്ത് നോക്കിയാൽ മതി, വാല്യൂസ് ഇട്ട് നോക്കിയാൽ മതി. സോ അങ്ങനെ നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് മനസ്സിലാവും? 2 ലാംഡ + മ്യൂ = 14 ആയിരിക്കും റൈറ്റ് ആയിട്ട് വരുന്നത്. കാരണം എന്താണ്? ലാംഡയുടെ വാല്യൂ 9/2 എന്നറിയാം അല്ലേ? 2 × 9/2 + മ്യൂ എത്രയാണ്? 5. സോ 2ഉം 2ഉം പോയി കഴിഞ്ഞാൽ 9 + 5 എത്ര കിട്ടും? നമുക്ക് 14 എന്ന് കിട്ടും. റെഡി അല്ലേ? സോ അപ്പം നമ്മുടെ ആൻസർ എത്ര കിട്ടും? ഓപ്ഷൻ D ആയിരിക്കും കറക്റ്റ് ആൻസർ കിട്ടുന്നത്. റെഡി അല്ലേ മക്കളെ? സോ ഇത് പല രീതിയിൽ ചോദിക്കാം. അങ്ങനെയാണെങ്കിൽ 2 ലാംഡ + മ്യൂ എത്രയാണ് ഡയറക്റ്റ് വേണമെങ്കിൽ അങ്ങനെ ചോദിക്കാം. അല്ലെങ്കിൽ ലാംഡ² + മ്യൂ സ്ക്വയർ എത്രയാണെന്ന് ചോദിക്കാം. അല്ലെങ്കിൽ ലാംഡ മ്യൂ എന്ന് പറഞ്ഞാൽ ഓർഡേഡ് പേര് എന്താണെന്ന് ചോദിക്കാം. പല രീതിയിൽ എന്ത് ചെയ്യാം? എന്നിട്ട് ഈ ലാംഡ മ്യൂ വേണമെങ്കിൽ കിട്ടിയിട്ട് വേറൊരു പോയിന്റ് വന്നിട്ട് ആ പോയിന്റും ഈ ലാംഡ മ്യൂവും തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണെന്ന് ചോദിക്കാം. ഡിസ്റ്റൻസ് ഫോർമുല വെച്ച് ഉപയോഗിക്കാം. സോ എങ്ങനെ വേണമെങ്കിൽ എന്ത് ചെയ്യാം? നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാം കേട്ടോ. മൾട്ടിപ്പിൾ കണക്ഷൻസ് പല ചാപ്റ്ററിനെ കണക്ട് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം? ചോദ്യങ്ങളൊക്കെ വരാം. സോ അതൊക്കെ
എന്താണ് ക്വസ്റ്റ്യൻ ഇടുന്നവരെ പോലെ ഇരിക്കും, നമ്മുടെ ലക്ക് പോലെ ഇരിക്കും. സോ ഇതാണ് ബേസിക് കോൺസെപ്റ്റ്. ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ വാല്യൂസ് എന്ത് ചെയ്യാം, കണ്ടുപിടിക്കാം അല്ലെ. ബേസിക്സ് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബാക്കി മുഴുവൻ സൊല്യൂഷൻ മാത്രമേ ഉള്ളൂ, നമ്മൾ കാൽക്കുലേഷൻ ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ കേട്ടോ. റെഡി? സോ അപ്പോൾ അത് നന്നായിട്ട് തന്നെ മനസ്സിലാക്കുക. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ അല്ലേ മക്കളെ? സോ ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. സോ ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ചോദ്യം. ഇഫ് ദ സിസ്റ്റം ഓഫ് ഇക്വേഷൻ 2x + y - z = 5, 2x minus 5y plus lambda z equal to mu, then x plus 2y minus 5z equal to 7 has infinitely many solution, then lambda plus mu whole square plus lambda minus mu whole square is equal to. കണ്ടോ, ക്വസ്റ്റ്യൻ്റെ ഫൈനൽ സൊല്യൂഷൻ കണ്ടുപിടിക്കുന്ന കാര്യം അതെങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം, അതൊരു പ്രശ്നമില്ല. പക്ഷെങ്കിൽ ബേസിക്സ് എന്താണ്, നമ്മൾ നേരത്തെ പഠിച്ച കാര്യം തന്നെയാണ് അല്ലേ. സോ അപ്പോൾ എന്താ ഇവിടെ പറയുന്നത്, ഇവിടെയും ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ നമുക്ക് ഒന്നും നോക്കാതെ എന്ത് ചെയ്യാം, ഡയറക്റ്റ് ആയിട്ട് നമുക്ക് കോഎഫിഷ്യന്റ് മെട്രിക്സ് ആദ്യം എഴുതാം അല്ലേ. ഡി എന്ന് പറഞ്ഞാൽ നമ്മുടെ കോഎഫിഷ്യന്റ് മെട്രിക്സ് നമ്മൾ എഴുതാൻ പോവാണ്. എന്നിട്ട് നമുക്ക് ഡിറ്റർമിനന്റ് ഡയറക്റ്റ് ആയിട്ട് എഴുതാം അല്ലേ. സോ ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ ആയതുകൊണ്ട് ഡി 0 ആയിരിക്കും, D1 D2 D3 എന്തായിരിക്കും, 0 ആയിരിക്കും. റെഡി? സോ അപ്പോൾ ഡി നമുക്ക് ഇങ്ങനെ എഴുതാം, 2 1 minus 1 2 minus 5 lambda, then 1 2 minus 5 ഇതെന്താണ്, ഈക്വൽ ടു 0 ആണെന്ന് നമുക്കറിയാം. സോ ഇനി നമ്മൾ എന്ത് ചെയ്താൽ മതി, ഈ ഡിറ്റർമിനന്റ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യാൻ പോവാണ്. സോ ഇവാലുവേറ്റ് ചെയ്ത മക്കളെ അപ്പോൾ എന്ത് കിട്ടും, 2 into then 25 minus 2 lambda minus 10 minus lambda minus 4 plus 5 this equal to 0 എന്ന് വരും. സോ നമുക്ക് 50 minus 4 lambda plus 10 plus lambda minus 9 equal to 0 എന്ന് വരും. സോ ഇത് സോൾവ് ചെയ്യാൻ നമുക്ക് 51 minus 3 lambda equal to 0 എന്ന് വരും. സോ 51 equal to 3 lambda വരും. സോ lambda equal to നമുക്ക് എത്ര കിട്ടും, 51/3 കിട്ടും. സോ 17 നമുക്ക് കിട്ടും. സോ ലാംഡയുടെ വാല്യൂ നമുക്ക് എത്ര കിട്ടും, 17 ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ക്ലിയർ ആണല്ലോ, ലാംഡയുടെ വാല്യൂ നമുക്ക് കിട്ടി. ഇനി നമുക്ക് എന്ത് വേണം, നമുക്ക് D1 D2 D3 ഏത് വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, കണ്ടുപിടിക്കാം. നമുക്ക് D3 തന്നെ എടുക്കാം. സോ ഇവിടെ ലാംഡ കിടക്കുന്നത് കോളം 3യിലാണ്, അങ്ങനെ നിർബന്ധമില്ല, നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. സോ നമുക്കിനി എന്ത് ചെയ്യാം, D3 കണ്ടുപിടിക്കാം. സോ D3 എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുന്നത് നോക്കിയേ, D3 വരുമ്പോഴത്തേക്കിന് 2 1 5 നമുക്ക് വരും. അതേപോലെ തന്നെ നെക്സ്റ്റ് നമ്മൾ എന്ത് കൊണ്ടുവന്ന് നോക്കണം, നെക്സ്റ്റ് നമുക്ക് 2 minus 5 mu വരും, ദെൻ 1 2 7 ഇതായിരിക്കും എന്ത് ചെയ്യുന്നത്, നമുക്ക് കിട്ടുന്നത്. ക്ലിയർ ആണല്ലോ. സോ ഇതും എന്തായിരിക്കും, D3യും ഈക്വൽ ടു 0 ആയിരിക്കും. ക്ലിയർ അല്ലേ മക്കളെ? റെഡി? സോ നമുക്ക് ഇതൊന്ന് ഇവാലുവേറ്റ് ചെയ്യാം. സോ നമുക്ക് എന്ത് കിട്ടും, 2 then minus 35 minus 2 mu, then minus 14 minus mu വരും, then plus 5 then 4 plus 5 കിട്ടും. this equal to 0. so ഇത് minus 70 minus 4 mu minus 14 plus mu plus 45 equal to 0 വരും. then ഇതൊന്ന് സോൾവ് ചെയ്ത് നിങ്ങൾക്ക് minus 3 mu equal to 39 കിട്ടും. സോ mu equal to minus 39/3 കിട്ടും. സോ mu എന്ന് പറഞ്ഞാൽ minus 13 കിട്ടും അല്ലേ. സോ അപ്പോൾ നമുക്ക് വാല്യൂ കിട്ടി. ഇനി നമുക്ക് ഫൈനൽ സൊല്യൂഷൻ എന്താ കണ്ടുപിടിക്കേണ്ടത്, ഫൈനൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ലാംഡ പ്ലസ് മ്യൂ സ്ക്വയർ പ്ലസ് ലാംഡ മൈനസ് മ്യൂ ഹോൾ സ്ക്വയർ അല്ലേ. സോ ഇതിപ്പോൾ നമുക്ക് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ഫോമിലാണ്, ലാംഡ സ്ക്വയർ മ്യൂ സ്ക്വയർ പ്ലസ് 2 ലാംഡ മ്യൂ എന്ന് കിട്ടും. അതുപോലെ തന്നെ ഇത് എഴുതി കഴിഞ്ഞാൽ ലാംഡ സ്ക്വയർ പ്ലസ് മ്യൂ സ്ക്വയർ മൈനസ് 2 ലാംഡ മ്യൂ, അത് രണ്ടും കട്ടായി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ലാംഡ സ്ക്വയർ പ്ലസ് മ്യൂ സ്ക്വയർ എന്നുള്ള കാര്യമായിരിക്കും നമുക്ക് കിട്ടുന്നത് അല്ലേ. 2 into ലാംഡ സ്ക്വയർ പ്ലസ് മ്യൂ സ്ക്വയർ അതായിരിക്കും നമ്മുടെ ഫൈനൽ വാല്യൂ. സോ നമുക്ക് ഫൈനൽ വാല്യൂ കണ്ടുപിടിക്കേണ്ടത് 2 into ലാംഡ സ്ക്വയർ പ്ലസ് മ്യൂ സ്ക്വയർ ആയിരിക്കും നമുക്ക് വേണ്ടത്. ക്ലിയർ? സോ 2 into ലാംഡ സ്ക്വയർ എന്ന് പറയുമ്പോൾ 17 സ്ക്വയർ, ദെൻ മ്യൂ സ്ക്വയർ എന്ന് പറയുമ്പോൾ 13 സ്ക്വയർ. സോ ഇത് സോൾവ് ചെയ്ത് നിങ്ങൾക്ക് 916 എന്നായിരിക്കും കറക്റ്റ് ആൻസർ കിട്ടുന്നത്. റെഡി ആണല്ലോ. ഇനി നമ്മൾ നോക്കുന്നത് 3D എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണ്. അതായത് ഏറ്റവും കൂടുതൽ തവണ ചോദ്യം നമുക്ക് ചോദിച്ചിട്ടുള്ളത് ജയിക്കും. ഓക്കെ. സോ ഇതിനകത്ത് 2 കേസിൽ നിന്ന് കൂടുതൽ ചോദ്യങ്ങളും ചോദിച്ചിട്ടുണ്ട്. ഒന്ന് നമ്മുടെ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 സ്ക്യൂ ലൈൻസ്, അത് കുറേ പ്രാവശ്യം എന്ത് ചെയ്തിട്ടുണ്ട്, ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ചോദ്യങ്ങൾ വന്നിരിക്കുന്ന ഒരു സെക്ഷൻ ആണ് എന്താ, പെർപെൻഡിക്കുലർ ഫ്രം പോയിന്റ് ടു എ ലൈൻ എന്ന് പറയുന്നത്. പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ ഒരു പോയിന്റ് നിന്ന് ഒരു ലൈനിലേക്ക് വരച്ചിരിക്കുന്ന ഫൂട്ട് ഓഫ് ദി പെർപെൻഡിക്കുലർ അല്ലെ. സോ അതിനകത്തൊന്നും ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. സോ ആ കോൺസെപ്റ്റും കൂടെ നമ്മൾ എന്ത് ചെയ്യാം, ഒന്ന് പറയാം. കാരണം അത് ഫോർമുലയൊക്കെ വെച്ച് ഇങ്ങനെ പഠിച്ചു വെക്കും, നിങ്ങൾ ചിലപ്പോൾ തെറ്റിക്കാനൊക്കെ സാധ്യതയുണ്ട്. സോ ഇത് ചെയ്യുന്ന ഒരു പ്രൊസീജിയർ ഉണ്ട്, അത് കൃത്യമായിട്ട് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം. അത് ഓൾറെഡി നമ്മൾ പ്രഡിക്ഷൻ സീരീസിലൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ ഇതുപോലെ ക്വസ്റ്റ്യൻസ് പറഞ്ഞിട്ടുണ്ട്. റെഡി അല്ലേ? സോ അപ്പം നമ്മൾ എന്താണ് ഇതെടുത്ത് കോൺസെപ്റ്റ് എന്ന് പറയുന്നത്, നമുക്കറിയാം ദാ ഒരു പോയിന്റ് ഉണ്ട് ഇവിടെ, ദാ A = α β γ എന്നൊരു പോയിന്റ് തന്നിട്ടുണ്ട്. എന്നിട്ട് ഈ പോയിന്റിൽ നിന്ന്
നമുക്കിതാ ഒരു ലൈൻ തന്നിട്ടുണ്ട്, ലൈനിന്റെ ഇക്വേഷൻ നമുക്ക് തരും. ഓക്കെ, ആ ലൈൻ ഇവിടെയുണ്ട്. ആ ലൈനിലേക്ക് നമ്മൾ എന്ത് ചെയ്തു, ഒരു പെർപെൻഡിക്കുലർ വരച്ചു. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇപ്പോൾ ഇതാണ് ഫൂട്ട് ഓഫ് ദി പെർപെൻഡിക്കുലർ എന്ന് പറയുന്നത്. സോ എങ്ങനെയാണെങ്കിൽ ഈ പോയിന്റിൽ നിന്നും ഈ ലൈനിലേക്ക് ഈ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് എത്രയാണെന്ന് കണ്ടുപിടിക്കാനാണ് ചോദിക്കുന്നത്. ഡയറക്റ്റ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനായിരിക്കത്തില്ല ചോദ്യം ചോദിക്കുന്നത്, മറ്റെന്തെങ്കിലും കണ്ടുപിടിക്കാനായിരിക്കും ചോദ്യം ചോദിക്കുന്നത്. പക്ഷേ കോൺസെപ്റ്റ് എന്താണ് അത് മനസ്സിലാക്കി വെക്കണം. സോ ഇവിടെ ലെങ്ത് ഓഫ് ദി പെർപെൻഡിക്കുലർ ഫ്രം ദ പോയിന്റ് അപ്പോൺ ദ ലൈൻ ഈസ് ഗിവൺ ബൈ ദ ഇങ്ങനെയൊക്കെ തന്നിട്ടുണ്ട്. നിങ്ങൾ ഇങ്ങനെ കാണാതെ പഠിക്കുകയൊന്നും വേണ്ട, നമുക്ക് അല്ലാണ്ട് തന്നെ എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻ ചെയ്യുന്ന കൂട്ടത്തിൽ ഇത് എങ്ങനെയാണ് ചെയ്യുന്നത് പറഞ്ഞു തരാം. സോ ആ രീതിയിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, സോൾവ് ചെയ്താൽ നിങ്ങൾക്ക് തെറ്റാതെ തന്നെ ആൻസർ കൃത്യമായിട്ട് കിട്ടും. റെഡി ആണല്ലോ? സോ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആ ക്വസ്റ്റ്യനിലേക്ക് ഒന്ന് പോകാം. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. നോക്കിക്കേ, ആൽഫ ബീറ്റ ഗാമ ബി ദ ഫൂട്ട് ഓഫ് ദി പെർപെൻഡിക്കുലർ ഫ്രം ദി പോയിന്റ് 1, 2, 3 ഓൺ ദ ലൈൻ x plus 3 divided by 5 equal to y minus 1 divided by 2 equal to z plus 4 divided by 3. Then 19 into alpha plus beta plus gamma is equal to എന്നാണ് ചോദ്യം. ഓക്കെ, സോ ഈ മോഡലുള്ള ചോദ്യങ്ങളാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് കേട്ടോ. സോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മോഡലുള്ള ക്വസ്റ്റ്യൻസ് ആണ് എടുത്തിരിക്കുന്നത്. റെഡി? സോ അപ്പോൾ എന്ത് ചെയ്യുക, നമുക്ക് ഈ ചോദ്യം എങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ആൽഫ ബീറ്റ ഗാമ ബി ദ ഫൂട്ട് ഓഫ് ദി പെർപെൻഡിക്കുലർ ഫ്രം ദി പോയിന്റ്. സോ അപ്പോൾ അതെന്താണ്, ഈ പോയിന്റ് ഏതാ പോയിന്റ്, നമ്മുടെ ഇതാണ് 1, 2, 3 എന്ന് പറഞ്ഞ പോയിന്റ് ആണ്. സോ ഇതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നതാണ്, നമ്മളൊരു പെർപെൻഡിക്കുലർ വരച്ചിരിക്കുകയാണ്. സോ അപ്പം ആ ലൈനിൽ ടച്ച് ചെയ്തിരിക്കുന്ന ആ പോയിന്റ് ആണ് എന്ത്, ആൽഫ ബീറ്റ ഗാമ എന്ന് പറയുന്നത്. ബി ദ ഫൂട്ട് ഓഫ് ദ പെർപെൻഡിക്കുലർ ഫ്രം ദി പോയിന്റ് 1, 2, 3 ഓൺ ദ ലൈന്. ഏത് ലൈനിലാണ്, ഇതാണ് നമ്മളുടെ ലൈന്. കാർട്ടീഷ്യൻ ഫോമിലാണ് നമുക്ക് എന്ത് തന്നിട്ടുള്ളത്, ലൈനിന്റെ ഇക്വേഷൻ തന്നിട്ടുള്ളത്. അത് കാർട്ടീഷ്യൻ ഫോമിലാണെങ്കിലും വെക്ടർ ഫോമിലാണെങ്കിലും എങ്ങനെയാണെങ്കിലും നമുക്ക് നമ്മുടെ അവിടെ നിന്ന് വേണ്ട ടൈംസ് ഒക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ നമുക്കറിയാം അല്ലേ. സോ നമ്മുടെ ലൈൻ എന്താണ്, x plus 3 divided by 5 then y minus 1 by 2 then z plus 4 divided by 3. ഇതാണ് നമ്മുടെ കോൺസെപ്റ്റ്. സോ ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്, നമുക്ക് ഈ ഒരു ആൽഫ ബീറ്റ ഗാമ എന്ന് പറഞ്ഞ പോയിന്റ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എന്നിട്ട് ഫൈനലി നമുക്ക് വേണ്ടതാണ് 19 ഇൻറ്റു ആൽഫ പ്ലസ് ബീറ്റ പ്ലസ് ഗാമയാണ് വേണ്ടത്. ക്ലിയർ ആണല്ലോ? റെഡി? സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതെങ്ങനെ സോൾവ് ചെയ്യാം. ഫസ്റ്റ് നിങ്ങൾ എന്താണ്, ആൽഫ ബീറ്റ ഗാമ എന്ന് പറയുന്നതിന് നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു പോയിന്റ് നിങ്ങൾ ഇവിടെ കണ്ടുപിടിക്കണം. സോ അതിന് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഇവനെ ഞാൻ ഈക്വൽ ടു ലാംഡ എന്ന് കൊടുക്കുന്നു. റെഡി? സോ ഇത് വെക്ടർ ഇക്വേഷനും കാർട്ടീഷ്യൻ ഇക്വേഷൻ ഒക്കെ ഡിറൈവ് ചെയ്ത് എങ്ങനെയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ലാംഡയുടെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചിട്ട് 3 ലാംഡ കൂടി ഈക്വൽ ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, x minus x1 by a equal to y minus y1 by b equal to z minus z1 by c എന്നൊക്കെ നമുക്ക് ആൻസർ കിട്ടുന്നത്. റെഡി? സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, ഈ x plus 3 by 5 equal to ലാംഡ, ഇത് മൂന്നും ലാംഡയോട് എന്ത് ചെയ്തു, നമ്മൾ ഇക്വേറ്റ് ചെയ്തു. സോ ഇത് നമ്മൾ ലാംഡയോട് ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഇവിടുന്ന് x നമുക്ക് ലാംഡയുടെ ഫോമിൽ കിട്ടും. എങ്ങനെ കിട്ടും, x equal to 5 ലാംഡ മൈനസ് 3 എന്ന് കിട്ടും. സോ y എങ്ങനെ കിട്ടും, 2 ലാംഡ പ്ലസ് 1 എന്ന് കിട്ടും. z എങ്ങനെ കിട്ടും, 3 ലാംഡ മൈനസ് 4 എന്ന് കിട്ടും. സോ ഇങ്ങനെയായിരിക്കും നമുക്ക് എന്ത് കിട്ടുന്നത്, കറസ്പോണ്ടിങ് വാല്യൂസ് ഇൻ ടേംസ് ഓഫ് ലാംഡ നമുക്ക് കിട്ടും. എങ്ങനെ കിട്ടും, 5 ലാംഡ മൈനസ് 3 കിട്ടും, ദെൻ 2 ലാംഡ പ്ലസ് 1 വരും, ദെൻ 3 ലാംഡ മൈനസ് 4 വരും. റെഡി ആണല്ലോ? സോ നമുക്ക് എന്ത് കിട്ടി, ഈ ആൽഫ ബീറ്റ എന്ന് പറഞ്ഞ പോയിന്റ് കറസ്പോണ്ടിങ് ആയിട്ട് ഇൻ ടേംസ് ഓഫ് ലാംഡ നമുക്ക് കിട്ടി. ക്ലിയർ? ഇനി ഇവിടുത്തെ അടുത്ത കോൺസെപ്റ്റ് എന്താ മക്കളെ, ഇത് നോക്കിക്കേ, ഇത് നമുക്ക് എ എന്നും ഇവനെ നമുക്ക് ബി എന്നും കൊടുക്കാമെങ്കിൽ ഇത് രണ്ടും ഇപ്പൊ എന്താണ്, വെക്ടർ ജോയിനിങ് 2 പോയിന്റ്സ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാമല്ലോ. എ ബി വെക്ടർ എടുക്കാമല്ലോ. എ ബി വെക്ടർ എന്ന് പറയുമ്പോൾ ഈ 2 പോയിന്റ്സ് ജോയിൻ ചെയ്യുന്ന വെക്ടർ. അത് കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് അറിയത്തില്ലേ, ദിസ് മൈനസ് ദിസ്, ദിസ് മൈനസ് ദിസ്, ദിസ് മൈനസ് ദിസ്, IJK. അപ്പൊ നമുക്ക് വെക്ടർ കിട്ടും. ഇനി ഈ എ ബി എന്ന് പറഞ്ഞ വെക്ടർ എന്തിനോട് പെർപെൻഡിക്കുലർ ആണ്, ഈ ലൈനിനോട് പെർപെൻഡിക്കുലർ ആണ്. ഈ ലൈനിനോട് പെർപെൻഡിക്കുലർ എന്ന് പറയുമ്പോൾ അവിടുത്തെ ഒരു ഈ ലൈനിൽ പാരലൽ ആയിട്ട് ഒരു വെക്ടർ ഇവിടെ ഉണ്ടല്ലോ, ആ വെക്ടറിനോട് പെർപെൻഡിക്കുലർ ആണെന്ന് പറഞ്ഞാൽ പോരെ. അങ്ങനെയാണെങ്കിൽ ആ പാരലൽ വെക്ടർ ഏതായിരിക്കും, ആ പാരലൽ വെക്ടർ എന്ന് പറഞ്ഞാൽ 5i plus 2j plus 3k ആയിരിക്കും. റെഡി അല്ലേ? കണ്ടോ? സോ ബി എന്ന് പറഞ്ഞ പാരലൽ വെക്ടർ ഇവിടെയുണ്ട്. അതെന്താണ്, 5i plus 2j plus 3k എന്ന് വരും. റെഡി അല്ലേ? ഓക്കെ. സോ അപ്പം ഈ ഒരു വെക്ടർ എ ബി വെക്ടർ ഈ ബി എന്ന് പറഞ്ഞ വെക്ടറിനോട് പെർപെൻഡിക്കുലർ ആയിരിക്കും. സോ 2 വെക്ടർ പെർപെൻഡിക്കുലർ ആണെങ്കിൽ അവരുടെ ഡോട്ട് പ്രൊഡക്റ്റ് എന്തായിരിക്കും, 0 ആയിരിക്കും. റെഡി അല്ലേ? സോ അപ്പം നമ്മൾ ഇവിടെ എന്ത് കൺസിഡർ ചെയ്യുന്നു, എ ബി വെക്ടർ എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ ടു വെക്ടർ ബി ആയതുകൊണ്ട് അവരുടെ ഡോട്ട് പ്രൊഡക്റ്റ് എന്താണ്, 0 ആണ്. സോ ഇനി നമ്മൾ എ ബി വെക്ടർ എഴുതാൻ പോവാണ്. എ ബി വെക്ടർ എങ്ങനെ എഴുതും നമ്മൾ, നമുക്കറിയാം അല്ലേ. സോ എങ്ങനെ വരും, ദിസ് 5 ലാംഡ മൈനസ് 3 മൈനസ് 1 എന്ന് വരും. ഓക്കെ, സോ അത് 5 ലാംഡ മൈനസ് 4 എന്ന് വരും. സോ 5 ലാംഡ മൈനസ് 4 i വരും. നെക്സ്റ്റ്
നമുക്ക് 2 ലാംഡ മൈനസ് 1 ജെ വരും, ദെൻ 3 ലാംഡ മൈനസ് 7 കെ വരും. സോ ഇതാണ് നമ്മുടെ എ ബി വെക്ടർ. ബി എന്ന് പറഞ്ഞ വെക്ടർ നമുക്കറിയാം അല്ലെ. ബി വെക്ടർ നമ്മളിപ്പോൾ ഓൾറെഡി കണ്ടു. ഏതായിരുന്നു? 5i 2j 3k. ഓക്കെ, 5i 2j പ്ലസ് 3k. സോ ഇതാണ് അല്ലേ. ഇനി ഡോട്ട് പ്രൊഡക്റ്റ് എടുത്തേ മക്കളെ. ഡോട്ട് പ്രൊഡക്റ്റ് എടുത്താൽ നമുക്ക് എന്ത് കിട്ടും? അത് 0 എന്നാണ് നമ്മൾ കണ്ടത്. സോ ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുമ്പോഴത്തേനും 5 ലാംഡ മൈനസ് 4 ഇൻറ്റു 5 പ്ലസ് 2 ലാംഡ മൈനസ് 1 ഇൻറ്റു 2 പ്ലസ് 3 ലാംഡ മൈനസ് 7 ഇൻറ്റു 3. ഓക്കെ, ദിസ് ഈക്വൽ ടു 0. സോ നമുക്ക് 25 ലാംഡ മൈനസ് 20 പ്ലസ് 4 ലാംഡ മൈനസ് 2 പ്ലസ് 9 ലാംഡ മൈനസ് 21 ഈക്വൽ ടു 0 എന്ന് കിട്ടും. സോ ഇത് സോൾവ് ചെയ്ത് നമുക്ക് 38 ലാംഡ മൈനസ് 43 ഈക്വൽ ടു 0 എന്ന് വരും. സോ ഇവിടെ നിന്ന് ലാംഡയുടെ വാല്യൂ നമുക്ക് 43/38 എന്ന് കിട്ടും. ക്ലിയർ ആണല്ലോ? റെഡി. സോ ലാംഡയുടെ വാല്യൂ നമുക്ക് എത്ര കിട്ടി? 43/38 എന്ന് കിട്ടി. സോ ഈ ലാംഡയുടെ വാല്യൂ കിട്ടിയ സ്ഥിതിക്ക് നിങ്ങൾക്ക് ആൽഫയും ബീറ്റയും ഗാമയും കണ്ടുപിടിക്കാം. എങ്ങനെയാണ്? ഇതിനകത്ത് ലാംഡയുടെ വാല്യൂ നമ്മളിപ്പോൾ പറഞ്ഞ വാല്യൂ ഇട്ട് കൊടുത്താൽ ആൽഫയും ബീറ്റയും ഗാമയും നിങ്ങൾക്ക് എന്ത് കിട്ടും? കറക്റ്റ് ആയിട്ട് കിട്ടും. റെഡി ആണല്ലോ? സോ നമ്മളോട് പറയുന്നത് ആൽഫ പ്ലസ് ബീറ്റ പ്ലസ് ഗാമ ഇൻറ്റു 19 കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. സോ നമുക്ക് ഒറ്റയടിക്ക് എന്ത് ചെയ്യാം? അത് കണ്ടുപിടിക്കാം അല്ലേ. നമുക്ക് വേണ്ടത് എന്താണ്? 19 ഇൻറ്റു ആൽഫ പ്ലസ് ബീറ്റ പ്ലസ് ഗാമയാണ്. സോ എന്താ വേണ്ടത്? 19 ഇൻറ്റു ആൽഫ എന്ന് പറഞ്ഞാൽ 5 ലാംഡ മൈനസ് 3 പ്ലസ് ബീറ്റ എന്ന് പറഞ്ഞാൽ 2 ലാംഡ പ്ലസ് 1 പ്ലസ് ഗാമ എന്ന് പറഞ്ഞാൽ 3 ലാംഡ മൈനസ് 4. സോ ഇതെന്ന് പറയുമ്പോഴത്തേന് 19 ഇൻറ്റു 10 ലാംഡ മൈനസ് 6 വരും. സോ 19 ഇൻറ്റു 10 ഇൻറ്റു ലാംഡ എന്ന് പറഞ്ഞാൽ 43/38 മൈനസ് 6 വരും. നമുക്ക് കൊടുത്ത വാല്യൂ ആണ് ലാംഡയുടെ അല്ലേ. സോ ഇത് നിങ്ങൾ സിംപ്ലിഫൈ ചെയ്യുക. സോ 10 ഇൻറ്റു 43 മൈനസ് 6 ഇൻറ്റു 38 ഡിവൈഡ് ബൈ 38 വരും. സോ ഇത് കട്ട് ചെയ്ത് ഫൈനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 5 ഇൻറ്റു 43 മൈനസ് 3 ഇൻറ്റു 38 എന്ന് കിട്ടും. സോ ഇത് ഫൈനലി 101 എന്ന ആൻസർ കിട്ടും. ക്ലിയർ ആണോ മക്കളെ? സോ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ക്വസ്റ്റിന് സോൾവ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ കോൺസെപ്റ്റ് നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു. സോ എന്താണെന്ന് ഒന്നുകൂടെ ഞാൻ പറയാം. നിങ്ങൾ ആദ്യം നോക്കേണ്ടത് എന്താണ്? നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത് ഈ പോയിന്റിന്റെ ഫൂട്ട് നമ്മളിവിടെ വരച്ചു, പെർപെൻഡിക്കുലർ നമ്മൾ ഈ ലൈനിലേക്ക് വരച്ചു. സോ ഇതാണ് ഫൂട്ട് ഓഫ് ദി പെർപെൻഡിക്കുലർ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ ലൈനിന്റെ ഇക്വേഷൻ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. സോ അപ്പം നമുക്കറിയാം ഈ ഒരു വെക്ടറും എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ആൽഫ ബീറ്റ ഗാമനെ ലാംഡയുടെ ടേംസിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇക്വേറ്റ് ചെയ്തു. ദെൻ ഇവിടുന്ന് XYZ ലാംഡയുടെ ടേംസിൽ നമ്മൾ മാറ്റി. അത് ആൽഫ ബീറ്റ ഗാമ ഇപ്പം നമുക്ക് ഇത് കിട്ടി. സോ ഇനി ഈ വെക്ടർ എന്ന് പറയുന്നത് ഈ പാരലൽ വെക്ടറിനോട് എന്താണ്? പെർപെൻഡിക്കുലർ ആണ്. സോ രണ്ട് വെക്ടർ പെർപെൻഡിക്കുലർ ആണെങ്കിൽ അവരുടെ ഡോട്ട് പ്രൊഡക്റ്റ് എന്തായിരിക്കും? 0 ആയിരിക്കും. ഈ കോൺസെപ്റ്റിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ക്വസ്റ്റിന് സോൾവ് ചെയ്യുന്നത്. സോ ഇതെല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതേപോലെ എന്ത് ചെയ്യുന്നുണ്ട്? ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചോദിക്കുന്നതാണ്. ഡെഫിനറ്റ് ആയിട്ടും ചോദിക്കും. സോ അതുകൊണ്ട് എന്ത് ചെയ്യുക? നിങ്ങൾ ഈ ഒരു പാറ്റേൺ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യണം? നന്നായിട്ട് തന്നെ മനസ്സിലാക്കിയിട്ട് വേണം എന്ത് ചെയ്യാനായിട്ട്? എക്സാമിന് പോകാനായിട്ട്. അടുത്തൊരു ചോദ്യം കൂടി ഞാൻ ജസ്റ്റ് കാണിക്കാം. നോക്കിയാൽ മക്കളെ, ഇതേപോലെ തന്നെ ചോദിച്ചിരിക്കുന്ന ചോദ്യമാണ്. ദ ലെങ്ത് ഓഫ് ദി പെർപെൻഡിക്കുലർ ഫ്രം ദി പോയിന്റ് ബീറ്റ 0 ബീറ്റ ടു ദി ലൈന് ദിസ് ഈസ് നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ബീറ്റയുടെ വാല്യൂ എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സെയിം കോൺസെപ്റ്റ് ആണ് നമ്മളിപ്പോൾ ചെയ്ത പോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? കണ്ടുപിടിക്കാനുള്ളതേ ഉള്ളൂ. പറയുന്നത് മനസ്സിലായോ? സോ അപ്പോൾ ഇതേപോലെ എന്ത് ചെയ്തിട്ടുണ്ട്? നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. സോ അതിൻ്റെ സൊല്യൂഷൻസ് ഒക്കെ നിങ്ങൾ ഇനി നമ്മൾ ക്വസ്റ്റ്യൻ ബാങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്? അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. സോ അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ആ ക്വസ്റ്റ്യൻസും കാണാം. നിങ്ങൾക്ക് പരീക്ഷ എഴുതിയവർക്ക് അറിയാം ഇതേപോലെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ടെന്നല്ലേ. സോ നമുക്ക് അടുത്ത ഫേസിൽ എന്ത് ചെയ്യാം? ഇതേപോലെ ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം. സോ എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക. സോ നമുക്ക് വീണ്ടും കാണാം.